ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് നമ്മുടെ തട്ടകത്തെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. അമ്പലത്തിൽ ഇന്ന് ആനയൂട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് വന്നതാണ് കേട്ടോ. ഞാനിതുവരെ ആനയൂട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുഷ്പാഞ്ജലി കഴിക്കാനായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ 2 പേരുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റെസീറ്റ് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തേക്കാവിൽ പോയിട്ട് വരികയാണ് കേട്ടോ. നമ്മളിവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ 9 മണിക്കാന്ന് വിചാരിച്ചിട്ട് 8:30 കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. നമ്മുടെ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. അപ്പോൾ ഇവിടെ 10 മണി കഴിഞ്ഞ് തുടങ്ങാനായിട്ട്. അപ്പോൾ എന്തായാലും വന്നതല്ലേ, കണ്ടിട്ടില്ല ഈ പരിപാടി. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. 3 ആനകളാണ് കേട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്താലും നമ്മൾ പരിപാടിയൊക്കെ കണ്ടിട്ട് തന്നെയാണ് വന്നത് കേട്ടോ. അപ്പോഴേക്കും അവിടെ പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കൊട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ എല്ലാവരും റെസീറ്റ് എടുക്കണമൊക്കെ കണ്ടു. എനിക്ക് ആനയ്ക്ക് ഫുഡ് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നല്ല പേടിയുണ്ട്. അപ്പോൾ വേണോ വേണ്ടേ മനസ്സിലാണെങ്കിൽ നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ നിൽക്കണ്ട. അവസാനം ഞാനും പോയിട്ട് ഒരു റെസീറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് കാണിച്ചു തരാവേ. അപ്പം ഞാൻ ഈ ആനയ്ക്കാണ് കേട്ടോ ഫുഡ് കൊടുത്തത്. ശ്രീകുട്ടനോ എന്തോന്ന് തോന്നുന്നു ആനയുടെ പേര്. പക്കത്ത് ശ്രീകുട്ടനോ അങ്ങനെ എന്തോ തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഈ ആനയ്ക്ക് ഞാൻ ഫുഡ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, അപ്പുറത്തെ ആ 2 ആനകളുണ്ട്. അപ്പോൾ ആ ആനകളൊക്കെ വായ തുറന്നിട്ട് വായല ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ആന ആദ്യം ഫുഡ് വാങ്ങിച്ചിരുന്നത് തുമ്പിക്കൈയിലാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നതാണ്. ഇതാകുമ്പോൾ തുമ്പിക്കൈയിൽ വെച്ച് കൊടുത്താൽ മതിയല്ലോ, അത്രയ്ക്കാണ്ട് അടുത്ത് നിൽക്കണ്ടല്ലോ, തുമ്പിക്കൈയിൽ വെച്ച് കൊടുത്താൽ മതിയല്ലോ എന്നുള്ള ധാരണയിൽ ഇവിടെ വന്നെന്താ. പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ വെക്കണ ചേച്ചി എൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ആ ചേച്ചി ആനപ്പാപ്പൻ പറഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അതിന് ആ ചേച്ചിക്ക് അങ്ങനെ ആഗ്രഹം തോന്നിയിട്ടാണോ എന്നറിയില്ല. ആ ചേച്ചിയൊക്കെ വായില വെച്ച് കൊടുത്തായിരുന്നു. അപ്പം പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ചേച്ചി അങ്ങനെ തന്നെ കൊടുത്തു. എനിക്ക് നല്ല പേടി. അത് വായിലാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അടുത്ത് നിൽക്കണമല്ലോ. നെഞ്ചൊക്കെ ഇങ്ങനെ പടപടാ ഇടിക്കുന്നുണ്ട്. അപ്പുറത്തെ കൊട്ടുകാരും അപ്പുറത്തെ എല്ലാവരും ഇങ്ങനെ ആനയ്ക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കണമ്പോൾ ഇങ്ങനെ എല്ലാവരും നോക്കിയേക്കല്ലേ. പേടിച്ചിട്ട് എന്നാലും കുഴപ്പമില്ല, ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ടായിട്ടാണ്. അപ്പം നമുക്ക് ഞാൻ ആനയ്ക്ക് ഫുഡ് കൊടുക്കണം നോക്കിയിട്ട് വരാം.